ഖുർആൻ ഓതിയിട്ടുള്ള ഈ വിശുദ്ധ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമം വരെ നിലനിർത്തുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മജ്ലിസിന്റെ ഒരുപാട് ഫളലുകൾ, ഈ മജ്ലിസിന്റെ ഒരുപാട് ശ്രദ്ധതകൾ നമ്മളൊക്കെ കേട്ടതാണ്, അനുഭവിച്ചവരാണ്. ഇവിടെ നമുക്കറിയാം, ഇന്നത്തെ ഈ മജ്ലിസ് കാണുമ്പോഴും ഈ മജ്ലിസ് കേൾക്കുമ്പോഴുമൊക്കെ ഒരുപാട് അതിൻ്റെ പുണ്യം നേടിയ ആളുകളാണ് നമ്മളൊക്കെ. മഹാനായ തങ്ങളവറുകൾ അവിടുത്തെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും ഈ സമയങ്ങളൊക്കെ പരിശുദ്ധമായ സ്വലാത്ത് കൊണ്ടും വിശുദ്ധമായ ഫാത്തിഹ കൊണ്ടുമൊക്കെ ഇസ്തിഗ്ഫാറുകൾ കൊണ്ടുമൊക്കെ ധന്യമാക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ചില വാക്കുകളോ ചില പ്രയോഗങ്ങളോ ചില എന്തെങ്കിലും വരുമ്പോൾ ആ തെറ്റിന്റെ പിന്നാലെ മാത്രം പോയി അത് മാത്രം കണ്ടുപിടിക്കുന്ന ഒരുപാട് ആളുകളാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതലുമുള്ളത്. ഈ വിശുദ്ധമായ മജ്ലിസിലേക്ക് കടന്നു വരുന്ന നാനാതുറകളിലുള്ള മനുഷ്യർ, പല ഭാഗങ്ങളിലുള്ള മനുഷ്യർ, അവർ ഈ മജ്ലിസിലേക്ക് കടന്നു വരുമ്പോൾ ആ മജ്ലിസിലേക്ക് കടന്നു വരുന്നതിനെ ഇല്ലായ്മ ചെയ്യാൻ ഏതൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ തേടിക്കൊണ്ടാണ് പലരും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, യൂട്യൂബിലൂടെ പരിശോധിക്കുമ്പോൾ എത്രയെത്ര വേദനാജനകമായ കാര്യങ്ങളാണ്. തങ്ങളവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീഴുമ്പോൾ ആ തെറ്റുകൾ മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് ആ തെറ്റിന്റെ പിന്നാലെ മാത്രമാണ് പോകുന്നത്. നിരവധി നന്മകളാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട നൂറെ ഹബീബിന്റെ സ്വലാത്തുൽ ഫാത്തിഹയുടെ മജ്ലിസിൽ ഈ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. എത്രയെത്ര അവശത അനുഭവിക്കുന്ന ആളുകൾ, എത്രയെത്ര യതീമക്കൾ, എത്രയെത്ര വീടില്ലാത്തവർ, അവരൊക്കെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് പാവപ്പെട്ട യതീമക്കൾക്ക്, പാവപ്പെട്ട അനാഥകൾക്ക് അഭയം നൽകുമ്പോൾ ആ അഭയം നൽകുന്ന നന്മയെ കാണുന്നതിന് പകരം ഏതെങ്കിലും ഒരു തിന്മയെ കണ്ടുപിടിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഈ പരിശുദ്ധമായ മജ്ലിസ് തളർന്നാൽ, ഈ പരിശുദ്ധമായ മജ്ലിസിന് തളർച്ച സംഭവിച്ചാൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. എത്രയെത്ര ആളുകളാണ് തങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഇന്നത്തെ സുബഹിയുടെ സമയം കഴിഞ്ഞ് ഇപ്പോഴും ഈ വീടിന്റെ മുമ്പിൽ ആളുകൾ നിൽക്കുകയാണ്, ഒരു നോക്ക് കാണാൻ വേണ്ടി, ഒരാശ്വാസത്തിന് വേണ്ടി. അതിൽ ആരൊക്കെയുണ്ട്? നിരവധി രോഗങ്ങളുമായി കഷ്ടപ്പെടുന്നവർ, നിരവധി പ്രയാസങ്ങളുമായി കഷ്ടപ്പെടുന്നവർ, അനവധി നിരക്കുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ. അവർക്കൊരു ആശ്വാസത്തിന്റെ കവാടമാണ്, അവർക്ക് ആശ്വാസത്തിന്റെ ഒരു വാക്ക് തങ്ങൾ അവരിൽ നിന്ന് ലഭിക്കുമ്പോൾ എന്തൊരു സമാധാനമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുകൂലിച്ചില്ലെങ്കിലും എതിർക്കപ്പെടേണ്ട എന്നാണ് പറയാനുള്ളത്. എന്തിനാ നിങ്ങൾ എതിർക്കപ്പെടണം? കഴിഞ്ഞ മജ്ലിസിൽ 10,000-കണക്കിന് ആളുകൾ സംഗമിച്ച ആ ഒരു മജ്ലിസിൽ വെച്ചുകൊണ്ട് നിരവധി ആളുകൾ, ഹൈന്ദവ സഹോദരന്മാർ അതിൽ പങ്കെടുത്തപ്പോൾ അവർക്ക് വേണ്ടി ഒരു പ്രയോഗം ഉപയോഗിച്ചു. ആ ഉപയോഗിച്ചതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നുവെങ്കിൽ ഇപ്പൊ മറ്റൊന്നും കിട്ടാനില്ല. അപ്പൊ അതിന്റെ പിന്നാലെ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ ഫി ദുനിയ ഇല്ലാ സതറഹു അല്ലാഹു യൗമൽ ഖിയാമ. അതൊരു വലിയ ഒരു ഹദീസാണ്. അത് ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഹദീസാണ്. ഇഹലോകത്ത് വെച്ച് ഒരടിമ മറ്റൊരടിമയുടെ പോരായ്മകൾ മറച്ചു വെച്ചാൽ പരലോകത്ത് അള്ളാഹു അവന്റെ പോരായ്മകൾ മറച്ചു വെക്കുന്നതാണ്. എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചുവെങ്കിൽ അത് മറച്ചു വെക്കാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ പരസ്യമാക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടോ? നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. ആ അടിമകളെടുത്ത് വല്ല തെറ്റും വന്നാൽ അത് വിളിച്ചു പറയാനും ആ തെറ്റ് തിരുത്താനുമുള്ള ഒരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ്. ഒന്നരായ തങ്ങളവറുകൾ പിറ്റത്തെ ദിവസം തന്നെ അതങ്ങനെ പ്രയാസം വന്നപ്പോൾ, അത് പ്രശ്നമാണെന്ന് വന്നപ്പോൾ പിറ്റത്തെ ദിവസം പരസ്യമായിട്ട് തന്നെ തങ്ങളവറുകൾ അതിന് പറഞ്ഞു, അതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അതെന്റെയൊക്കെ വന്നു പോയൊരു സംഭവമാണെന്ന്. പിന്നെയും അതിന്റെ പിന്നാലെ തൂങ്ങുന്നവർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ലക്ഷ്യം അത് മാത്രമല്ല. നിങ്ങളുടെ ലക്ഷ്യം ഒരൊറ്റ ലക്ഷ്യമാണ്, ഈ മജ്ലിസിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. പക്ഷേ ഒരു കാര്യം മാണിയിട്ട് പറയുകയാണ്, ഇലാ യൗമുൽ ഖിയാമ വരെ ഈ മജ്ലിസിനെ തകർക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമാണ്.
ഈ ബഹുസ്വര രാജ്യത്ത് ജീവിക്കുന്നവർ നമ്മളാണ്. നാനാ മതത്തിൽ വിശ്വസിക്കുന്ന നാനാ മതത്തിലുള്ളവരാണ്. ഇന്ത്യയുടെ ഒരു ചൈതന്യം അങ്ങനെയാണ്. എത്ര ജാതികളാണ്, എത്ര മതവിഭാഗങ്ങളാണ്, എത്ര ആളുകളാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നത്. ഇന്ത്യ ഒരു ബഹുസ്വരതയുള്ള രാജ്യമാണ്. ഈ രാജ്യത്ത് നമ്മളിങ്ങനെ സന്തോഷത്തോടുകൂടെ കേരളത്തിൽ ജീവിക്കുമ്പോൾ പല ആളുകളും നമ്മെ സമീപിക്കും. അക്രിം ജാരക വലൗ കാന കാഫിറ, നിന്റെ അയൽവാസിയായ മനുഷ്യൻ കാഫിറാണെങ്കിൽ പോലും അവനെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീൻ. അതുകൊണ്ടല്ലേ നമുക്കറിയാം ശബരിമലയുടെ സീസൺ വരും. ആ വരുന്ന സമയത്തു എത്ര ആളുകളാണ് മഹാന്മാരായ തങ്ങന്മാരുടെയും മഹാന്മാരായ ആലിമീങ്ങളുടെയും മഹാന്മാരുടെയും ഹദറത്തിൽ അവർ വരിക. സന്തോഷത്തോടുകൂടെ അവർ പോകുമ്പോൾ നമ്മളവിടെ യാത്ര അയക്കാറുണ്ട്. അത് ഈ രാജ്യത്തിന്റെ ഒരു ഐക്യമാണ്, ഈ രാജ്യത്തിന്റെ ഒരു സൗഹൃദമാണ്. ഈ വീട്ടിന്റെ ഉമ്മറത്ത് ഒരുപാട് ഹൈന്ദവ സഹോദരന്മാർ വന്നിട്ടുണ്ട്. ഈ വീടിന്റെ ഉമ്മറത്ത് ഒരുപാട് ഹൈന്ദവ സഹോദരിമാർ വന്നിട്ടുണ്ട്. അവർ വന്നിട്ട് അവരെ വേദനകൾ പറയുമ്പോൾ, അവരുടെ അവലാദികൾ പറയുമ്പോൾ അതിനൊരു ആശ്വാസത്തിന്റെ വാക്ക് മഹാനായ തങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയുമത്രേ, അടുത്ത മജ്‌ലിസിലേക്ക് ഞങ്ങളൊന്ന് വരണം തങ്ങളെ, ഞങ്ങൾ ആ മജ്‌ലിസിലൊന്ന് പങ്കെടുക്കണം. അത് പറയുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ, അത് പറയുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കാഫിറൂന മാത്രം അർത്ഥം വെച്ചാൽ പോരെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ കാഫിറൂന മാത്രം അർത്ഥം വെച്ചാൽ പോരെ. നബി തങ്ങളോട് അല്ലാഹു പറയുന്നൊരു വാക്കുണ്ട്, കുൽ നബിയെ തങ്ങൾ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ അവിശ്വാസികളെ, ഓ അവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്ത് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയെ തങ്ങൾ പറയുക അവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അതെന്തൊരു വാക്കാണ്, അതെന്തൊരു വാക്കാണ്. ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. കുൽ നബിയെ തങ്ങൾ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ അവിശ്വാസികളെ. ആ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാ, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കണ്ട, നിങ്ങൾ ആരാധിച്ചു വരുന്നില്ല. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. വളരെ വ്യക്തമായ ഒരു വാചകമല്ലേ അത്, വളരെ വ്യക്തമായ വാചകമല്ലേ. നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിച്ചു വരുന്നില്ല. വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. വളരെ വ്യക്തമായ ഒരു വാചകമല്ലേ അത്. ഞാൻ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കണ്ട, നിങ്ങൾ ആരാധിച്ചു വരുന്ന ഞാനും ആരാധിക്കുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. അവസാനം പറഞ്ഞ ആ വാക്ക് വളരെ ഗൗരവമുള്ള വാക്കല്ലേ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. മഹാനായ തങ്ങളവരുകൾ ആ സദസ്സിൽ പറഞ്ഞ വാക്ക് എന്താണ്? ആ സദസ്സിൽ പറഞ്ഞ ആ ഒരു വാക്കിന്റെ മേലെ തൂങ്ങുന്നത്, അവിടെ വെച്ച് തന്നെ ആ സദസ്സിലുണ്ടായിരുന്ന ആലിമീങ്ങളെ കുറ്റം അറിയുന്നവർ ശ്രദ്ധിക്കണം. അവർ തിരുത്തി കൊടുത്ത് തങ്ങളവരുകൾ പിറ്റത്തെ ദിവസം തിരുത്തുകയും ചെയ്തു. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ, ഇന്ത്യ എന്ന ബഹുസ്വരമായ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കാഫിറൂൻ അതറിയാത്തവരുണ്ടോ? ഫേസ്ബുക്കിലൂടെ കളിക്കുന്നവർ, അതറിയാത്തവരുണ്ടോ? യൂട്യൂബിലൂടെ കളിക്കുന്നവർ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു സദസ്സിനെ, ഒരു മജ്‌ലിസിനെ ഇല്ലായ്മ ചെയ്യാനല്ല നമ്മൾ വേണ്ടത്. ആ മജ്‌ലിസിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ ഒരു തട്ടിപ്പില്ല, തീർത്ത് പറയുകയാണ്, ഒരു തട്ടിപ്പില്ല. ഒരാളേക്കൊന്നും കാശ് വാങ്ങിയിട്ടൊരു ചൂഷണമില്ല. ഒരാത്മീയ ചൂഷണത്തിന്റെ പിന്നാലെയും മേലെ കൊടക്കാട് പോകുന്നില്ല എന്ന് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും പറയുന്നവർ ശ്രദ്ധിക്കണം. എന്ത് ആത്മീയ തട്ടിപ്പാണ് ഇവിടെയുള്ളത്? നിരവധി യതീമക്കൾക്ക്, നിരവധി വീടില്ലാത്തവർക്ക് അഭയം നൽകിയെന്ന് മാത്രമാണ് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നില്ലേ? ദീനിനെ കളവാക്കുന്നവർ ആരാണെന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നില്ലേ? ആരാണ് ദീനിനെ കളവാക്കുന്നവർ? അനാഥകളെ സംരക്ഷിക്കാത്തവനാണ്, യതീമക്കളെ സംരക്ഷിക്കാത്തവനാണ്, അവനാണ് ദീനിനെ കളവാക്കുന്നവൻ. ഇവിടെ യതീമക്കൾക്ക് വേണ്ടി എല്ലാ നിലക്കുമുള്ള സഹായവും ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ എന്തിനു മജ്‌ലിസിൽ എതിർക്കണം? ഇവിടെ എന്ത് ആത്മീയ ചൂഷണമാണ്? ആർക്കാണ് ഇവിടെ ആത്മീയ ചൂഷണം തോന്നിയിട്ടുള്ളത്? ഇവിടെ ഒരിക്കലും ഒരു ആത്മീയമായ ചൂഷണം ഇല്ല. മറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
മുത്തുനബിയുടെ പേരിൽ സ്വലാത്താണ്. നിങ്ങൾ കേട്ടില്ലേ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് എത്രയെത്ര ഫാത്തിഹകളാണ് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഹിദ്ദീൻ മാലയിൽ പറയുന്ന ഒരു വാക്കില്ലേ പ്രിയപ്പെട്ടവരെ, അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുമേ, അവരെ ദുആയും ബർക്കത്തുമെത്തുമേ ബിൽ കുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. എത്ര മനോഹരമായ അവർക്കൊരു ഫാത്തിഹ ഓതുമ്പോൾ ആ ഫാത്തിഹയുടെ ബർക്കത്തും അവരുടെ ദുആയും ബർക്കത്തും ഫാത്തിഹ കാരണം എത്തും. ഈ മജ്ലിസിൽ നടക്കുന്നത് ഫാത്തിഹയാണ്, ഈ മജ്ലിസിൽ നടക്കുന്നത് ഇസ്തിഗ്ഫാറാണ്. പിന്നീട് ഓതിയത് ഇത് അവസാനിക്കുന്നതിന്റെ മുമ്പ് ചൊല്ലിയത് അസ്മാഉൽ ഹുസ്നയാണ്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കണേ. ഇവിടെ ചെല്ലുന്നത് അസ്മാഉൽ ഹുസ്നയാണ്, അത് ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ മജ്ലിസിനെതിരെ നമ്മൾ പ്രതിരോധിക്കുന്നത്? എന്തിനാണ് ഈ മജ്ലിസിനെതിരെ നമ്മൾ നീങ്ങുന്നത്? ഈ മജ്ലിസിലേക്ക് വരുന്നവരെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവർക്കിടയിൽ എന്തിനാണ് ഫിത്ന ഉണ്ടാക്കുന്നത്? ഒരു മനുഷ്യന്റെ തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ നമ്മൾ മറച്ചു വെക്കുന്നതിന് പകരം ആ തെറ്റ് തിരുത്തി കഴിഞ്ഞിട്ട് പിന്നെയും യൂട്യൂബിന്റെ പിന്നാലെയും പിന്നെയും ഫേസ്ബുക്കിന്റെ പിന്നാലെയും പോകുന്നത് പ്രിയപ്പെട്ടവരെ എന്തിനാണ്? അതിന്റെ ലക്ഷ്യം എല്ലാവർക്കും മനസ്സിലാകും. ഭക്ഷണം കഴിക്കുന്നവർക്ക് അറിയില്ലേ അതിന്റെ ലക്ഷ്യം എന്താണെന്ന്? എങ്ങനെങ്കിലും ഈ മജ്ലിസ് ഒന്നും ഉണ്ടാകാതിരിക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ എത്ര കണ്ടെതിർക്കുന്നുണ്ടോ അത്രയും ശക്തിയോടുകൂടെ ഈ പരിശുദ്ധ മജ്ലിസ് മുന്നോട്ട് പോകും. വല്ലാഹി യാതൊരു സംശയവുമില്ല. അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, എതിർക്കാൻ നിൽക്കരുത്. നമുക്ക് ഇവിടെ വരണം, നിങ്ങളൊന്ന് വരണം, എതിർക്കുന്നവർ ഇവിടെ വരണം, ഈ സദസ്സിലൊന്ന് വരണം, തങ്ങൾ അവരുടെ കൈയൊന്ന് പിടിക്കണം. മഹാനവറുകളുടെ ആ പുഞ്ചിരിക്കുന്ന താഴ്മയുള്ള പെരുമാറ്റം നിങ്ങളൊന്ന് കാണണം. വമൻ തവാലഅ ലില്ലാഹി റഫഅല്ലാഹ്. താഴ്മയോടുകൂടെ ജീവിക്കുമ്പോ അല്ലാഹു അയാളെ ഉയർത്തും. ഇവിടെ വരും നിങ്ങൾ, ആ താഴ്മയോടുള്ള വർത്തമാനം, ആ പുഞ്ചിരി നിങ്ങളൊന്ന് കാണണം. അപ്പൊ ഈ നാനാ തുറകളിലെ ജനങ്ങളും ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിലേക്ക് കടന്നു വരുമ്പോ, മഹാനായ തങ്ങൾ അവരുടെ അടുത്തേക്ക് വരുമ്പോ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? എത്രയെത്ര നന്മകളുണ്ട്. എന്തേ നിങ്ങൾ നന്മകൾ പറയാറുന്നത്? ഇന്നലെ യൂട്യൂബിൽ തുറന്നപ്പോ ഒരാൾ പറയുന്നത്, തങ്ങൾ അവരുടെ ലൈവ് ഇട്ടിട്ടുകൊണ്ട് പറയുന്നത്, തങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ നന്മകൾ പറയാണെന്ന്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, അതിങ്ങനെ പറയണം. അത് പറഞ്ഞതിന് എന്താ കുഴപ്പമുള്ളത്? തങ്ങളവരുകൾ എത്ര അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ തങ്ങളവരുകൾ പറയുകയാണ്. അത് പറഞ്ഞതാ വലിയ പ്രശ്നം. തങ്ങൾക്ക് എന്തെങ്കിലും തങ്ങളെ എതിർക്കുമ്പോൾ തങ്ങൾ നന്മ പറയുകയാണെന്നാണ്. തങ്ങൾ പറയണ്ടേ? തങ്ങൾ കിട്ടിയ അനുഗ്രഹങ്ങൾ തങ്ങൾ പറയണ്ടേ? ഒരുപാട് അനുഗ്രഹങ്ങളില്ലേ? വീടിന്റെ ഉമ്മറത്ത് വന്നിട്ട് തങ്ങളെ, എന്റെ മകൻ ജയിലിൽ അകപ്പെട്ടിട്ട് വർഷങ്ങളായി വിധി എഴുതിയിട്ട് എന്റെ മകനൊന്ന് കാണണം തങ്ങളെ എന്ന് പറയുമ്പോ തങ്ങൾ അവരുകൾ, നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കോ, ഇവിടേക്ക് എത്തുമെന്ന് പറയുമ്പോ ആ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് 25 വർഷക്കാലം ജയിലിൽ കിടക്കുന്ന മനുഷ്യൻ തിരിച്ചു പെട്ടെന്ന് വന്നു എന്ന് പറയുമ്പോ അത്ഭുതമല്ലേ? അത് പറയുമ്പോ അതിന്റെ പിന്നിലും എഴുതി വിടുന്നത് അതൊക്കെ ഇവിടെ അത് പറയാൻ വേണ്ടി ആളെ വെച്ചിട്ടുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു അത്ഭുതം, വല്ലാത്തൊരു സംഭവമാണ്. എല്ലാ കഥകൾ എന്തിനു മെനയുന്നു മക്കളെ? ഇത് മറ്റൊന്നുമല്ല, സയ്യിദ് അവറുകളാണ്. നമ്മളൊക്കെ സാധാരണ പറയുന്നതാണ്, അഹ്ലു ബൈത്തി കസ്സഫീനത്തു നൂഹ്, എന്റെ കുടുംബം നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. ഫമൻ റഖിബഹാ ഫഖദ് നജാ, ആരതിൽ കയറിയോ അവൻ രക്ഷപ്പെട്ടു എന്നാണ്. ഇതിന്റെ മുമ്പുള്ള ആക്ഷേപങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ലേ? തങ്ങളല്ലെന്ന് പറഞ്ഞ് എത്ര ആളുകൾ നടന്നു. സ്വന്തം മഹല്ലുകാർ തങ്ങളാണെന്ന് പറഞ്ഞപ്പോ അതിൽ നിന്നും പിന്തിരിഞ്ഞു. അവസാനം എന്തെങ്കിലും എതിർക്കപ്പെടാൻ ഒരു വാക്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അതാണ് എന്റെ കുടുംബം അത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. ആരാ കപ്പലിൽ കയറിയോ അവർ രക്ഷപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആക്ഷേപത്തിന്റെ പിന്നാലെ നമ്മൾ പോകരുത്.
ആക്ഷേപത്തിന്റെ പിന്നാലെ നമ്മൾ പോകരുത്. ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണു കഴിഞ്ഞാൽ, അത് തെറ്റാണെന്ന് തോന്നിയാൽ, അത് തിരുത്താൻ ആ മനുഷ്യൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെയും ആക്ഷേപിക്കുന്നത് അതെന്തിന്റെ പേരിലാണെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ മജ്‌ലിസിലേക്ക് വരുന്നവർക്കും തങ്ങളെ കാണുന്നവർക്കും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ ഓതി വെച്ച ഹദീസിന്റെ അതൊന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരടിമയുടെ ഇഹലോകത്തുള്ള ആ ഒരടിമയുടെ പോരായ്മകൾ മറച്ചു വെച്ചാൽ ആഖിറത്തിൽ അല്ലാഹു അവന്റെ പോരായ്മകളെ മറച്ചു വെക്കുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് കുറവുകൾ ഉണ്ടാകും, തെറ്റുകൾ ഉണ്ടാകും. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് അത് തിരുത്താനുള്ള മനസ്സ് കാണിച്ചതിനെ നന്ദിപൂർവ്വം ഓർക്കുന്നതിന് പകരം നന്ദികേട് കാണിക്കുന്നവരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ മജ്‌ലിസ് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ മജ്‌ലിസിന്റെ ഓരോ ആശയങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. ഒരാള് അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിച്ച ഒരു മനുഷ്യൻ, അവൻ അവൻ ഖൈറ, അവൻ നന്മ പറഞ്ഞു കൊള്ളട്ടെ. അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിച്ച ഒരു മനുഷ്യൻ അവൻ നന്മ പറയട്ടെ. ഫല്യഖുൽ ഖൈറൻ, നന്മ പറയട്ടെ. അതല്ലേ പഠിപ്പിച്ചത്. മൻ സ്വമത നജാ, മൻ സ്വമത നജാ. ആരാണ് മൗനമായവൻ അവൻ രക്ഷപ്പെട്ടു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറ ഔ ലിയസ്കുത്. അല്ലെങ്കിൽ മൗനമായിരിക്കട്ടെ. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചവൻ നന്മ പറയട്ടെ, അല്ലെങ്കിൽ മൗനമായിരിക്കട്ടെ. മൻ സ്വമത നജാ, മൗനമായവൻ രക്ഷപ്പെട്ടു എന്നല്ലേ. ഒരിക്കൽ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൊള്ള പൊളിച്ചിട്ട് അതിൽ ചരക്കല്ല് വെച്ചിരുന്നു. ആരാ സിദ്ദീഖ് തങ്ങൾ? ആരാണ് സിദ്ദീഖ് തങ്ങൾ? അബൂബക്കറും ഫിൽ ജന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതിനപ്പുറം ആരുമില്ലല്ലോ. അബൂബക്കർ സ്വർഗ്ഗത്തിലാണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊള്ള പൊളിച്ചിട്ട് ചരക്കല്ല് വെച്ചു വായിൽ. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് സിദ്ദീഖേ ചരക്കല്ല് വെക്കുന്നത്? എന്തിനാണ് അങ്ങയുടെ വായിൽ ചരക്കല്ല് വെക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് കൊടുത്തൊരു മറുപടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ തൊള്ള പൊളിച്ചുകൊണ്ട് വല്ലതും സംസാരിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ വായിൽ ചരക്കല്ല് വെച്ചതെന്ന് അതീഖുല്ലാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഇത് പഠിപ്പിക്കേണ്ട ആളുകളാണ് ഫിത്നകളും ഗീബത്തുകളും നമീമത്തുകളുമായി പോകുന്നത്. നമ്മളൊക്കെ ഖൈർ ഉമ്മയാണ്, നമ്മളൊക്കെ ഉത്തമ സമുദായമാണ്. ആ ഖൈർ ഉമ്മയുടെ ആളുകൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാണ് ഒരു മനുഷ്യനെ ദ്രോഹിക്കാൻ ഏതെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ ദ്രോഹിക്കാൻ മാത്രം ചെലവഴിക്കുന്നത്? മേലെ കൊടക്കാടിന്റെ മണ്ണിൽ ആത്മീയ ചൂഷണമാണെന്ന് പറയുന്നവരോട് നിങ്ങൾ ഈ ആത്മീയ ചൂഷണം എന്താണെന്ന് തെളിയിക്കാനുള്ള ബാധ്യതയും നിങ്ങൾക്കില്ലേ? അത് തെളിയിക്കാനുള്ള ബാധ്യതകളില്ലേ? നിരവധി പള്ളികൾക്ക്, നിരവധി മദ്രസകൾക്ക്, നിരവധി യതീംഖാനകൾക്ക് ഇവിടെ നിന്ന് ഗുണം ലഭിക്കുന്നില്ലേ? ഇവിടെ നിന്ന് നേട്ടം കൈവരിക്കുന്നില്ലേ? പിന്നെ എന്താത്മീയ ചൂഷണം? എന്താത്മീയ ചൂഷണം? അത് പറയുന്നത് ആരാണ്? സമൂഹത്തിൽ മുഴുവനും ആത്മീയതയെ ചൂഷണമായി കൊണ്ട് നടക്കുന്നവർ. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് ഒന്നേ ഒന്നുള്ളൂ. ഞാൻ നേരത്തെയും സൂചിപ്പിച്ചതുപോലെ ഈ മജ്‌ലിസ് അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഹബീബിന്റെ പേരുള്ള മജ്‌ലിസാണ്. ഇത് ഇൻഷാ അല്ലാഹ് ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. സ്വലാത്ത്, നമുക്കറിയാം, സ്വലാത്ത് കൊണ്ടേ മനുഷ്യന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഒരു സഹാബി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. യാ റസൂലല്ലാഹ്, ഞാൻ സ്വലാത്ത് ചൊല്ലാൻ ആഗ്രഹിക്കുകയാണ് നബിയേ. എത്ര സ്വലാത്താണ് ഞാൻ ചൊല്ലേണ്ടത്? ഉടനെ മുസ്തഫ നബിയുടെ മറുപടി വന്നു, ഫഇൻ ശിഅ്താ, നീ ഉദ്ദേശിച്ചത്ര ചൊല്ലിക്കോ, നീ ഉദ്ദേശിച്ചത്ര സ്വലാത്ത് ചൊല്ലിക്കോ. ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, നബിയേ, ഒരു ദിവസത്തെ ഞാൻ 4 ഓഹരി വെക്കുകയാണ്. അതിൽ ഒരു ഓഹരി ഞാൻ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. ഇതങ്ങ് കേട്ടപ്പോൾ മുസ്തഫ നബി പറഞ്ഞത്, ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, മോനെ
അതിനേക്കാൾ നിനക്ക് ജാസ്തിയാക്കാൻ പറ്റുമോ? അതാണ് ഉത്തമം. ഉടനെ ആ സ്വഹാബി പറഞ്ഞു, നബിയേ, ഒരു ദിവസം 4 ഓഹരി ഉണ്ടല്ലോ, അതിൽ 2 ഓഹരി ഞാൻ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുകയാണ്. ഇതങ്ങ് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് മതി എന്ന് പറഞ്ഞില്ല. ഫൈൻ സിത്ത ഫവ ഖൈറുൽ ലക, മോനെ അതിനേക്കാൾ നിനക്ക് ജാസ്തിയാക്കാൻ പറ്റുമോ? അതാണ് ഉത്തമം. ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, നബിയേ, ഒരു ദിവസം 4 ഓഹരി ഉണ്ടല്ലോ, അതിൽ 3 ഓഹരിയും ഞാൻ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുകയാണ്. മുസ്തഫ നബി പറഞ്ഞു, ഇനിയും ജാസ്തിയാക്കാൻ പറ്റുമെങ്കിൽ അതാണ് നിനക്കുത്തമം. ഉടനെ ആ സ്വഹാബി പറഞ്ഞു, നബിയേ, ദിവസം മുഴുവനും ഞാൻ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുകയാണ്. ഇതങ്ങ് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, ഇത് തക്ഫി അമ്മക വഗഫറ ലി ദംബിക മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് എൻ്റെ തീരുമാനമെങ്കിൽ നിന്റെ എല്ലാ മുഷിപ്പും നീങ്ങിപ്പോകും, നിന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമെന്ന് മുഹമ്മദ് നബി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ശബ്ദം കേൾക്കുന്നവരെ, ഇവിടെ നടക്കുന്നത് സ്വലാത്താണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, പ്രഭാതത്തിന്റെ സമയമാണ്, സ്വലാത്ത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ആ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ പാപങ്ങളൊക്കെ പുറത്ത്, നിന്റെ ദോഷങ്ങളൊക്കെ പുറത്ത്, നിന്റെ മുഷിപ്പൊക്കെ നീങ്ങിപ്പോകും. എല്ലാ വെള്ളിയാഴ്ചയും നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ നിന്ന് കേൾക്കുന്ന ഒരു വാചകമുണ്ട്. ഹറമിലാണെങ്കിലും കേൾക്കുന്ന വാചകമുണ്ട്, മക്കയിലെ പള്ളിയിലും മദീന പള്ളിയിലും ഒക്കെ കേൾക്കുന്നത്. മൻ സല്ലല്ലാ അലൈഹി സ്വല്ലല്ലാഹു ബിഹാ അശറ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പുണ്യം. 10,000 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസ് നടത്തുമ്പോൾ എത്ര പുണ്യമാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, ആരും അതിന് മെനക്കെടുകയും വേണ്ട എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ ഇത്തരം ആളുകൾ വരുമ്പോൾ അവർക്കെതിരെ പ്രതിരോധിക്കാൻ, അവർക്കെതിരെ അതിൻ്റെതായ യഥാർത്ഥമായ ആ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് ഞങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സദസ്സിൽ പങ്കെടുത്ത, ഈ മജ്ലിസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു നന്മകൾ പ്രദാനം ചെയ്യട്ടെ. മഹാനായ തങ്ങളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു നൽകുമാറാകട്ടെ. അവിടുത്തോടു കൂടെ ഇവിടെ ഈ സമയങ്ങളൊക്കെ ചെലവഴിക്കുന്ന ഉസ്താദുമാർ, അവരൊക്കെ പാവപ്പെട്ട ഉസ്താദുമാർ, അവരൊക്കെ ഇത് കേൾക്കുന്നവരും അവരൊക്കെ നല്ല നല്ല ആലിമീങ്ങളാണ്. അള്ളാഹു അവരെ ആലിമീങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇവിടുത്തെ സാദാത്യങ്ങൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഈ മജ്ലിസിന് അള്ളാഹു ഖിയാമം വരെ നിലനിർത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.